ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അടിപൊളി സൂപ്പർ ഹിറ്റ് കഥയുടെ പ്രൊമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നന്ദ എല്ലാവരെയും ശരിക്കും പറഞ്ഞു വരച്ച വരയിൽ കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ടിരിക്കുക. ആരുടെയും ഒരു കളിയും നമ്മുടെ നന്ദയുടെ അരികിൽ നടക്കില്ല. അതെല്ലാവർക്കും കുറേശ്ശെ മനസ്സിലാകുകയും ചെയ്തു. പക്ഷെ പെട്ടെന്ന് പുറത്തുനിന്ന് വന്ന ഒരു പെണ്ണിൻ്റെ അടുത്ത് അത് അനുവദിച്ചു കൊടുക്കുക എന്ന് പറയാൻ അല്ലെങ്കിൽ പറഞ്ഞാൽ അതൊരിക്കലും അവർ ഇന്ദിരിവരത്തിലുള്ള ആർക്കും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ലാത്തത് കൊണ്ട് എല്ലാവരും ഇങ്ങനെ കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരുടെയും അഹങ്കാരത്തെ തച്ചുടച്ചുകൊണ്ടാണ് നമ്മുടെ നന്ദ അവിടെ അങ്ങനെ ശരിക്കും പവർഫുൾ ആകുന്നത്. ഇതൊക്കെ കണ്ടിട്ടോ നമ്മുടെ പിങ്കിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തതിൻ്റെ ആ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അങ്ങനെ ആ ഒരു സംഭവത്തിലാണ് സ്വന്തം അച്ഛനെ മോശക്കാരനാക്കി സംസാരിച്ച വല്യമ്മയുടെ മുന്നിൽ ആഞ്ഞടിച്ചുകൊണ്ട് നമ്മുടെ നന്ദ ഉറഞ്ഞു തുള്ളി സംസാരിക്കുന്നത്. എൻ്റെ അച്ഛനെ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത നിങ്ങൾ ഒരിക്കലും എൻ്റെ അച്ഛനെക്കുറിച്ച് പറയാൻ യോഗ്യതയുള്ളവരല്ലെന്നുള്ള രീതിയിൽ. അപ്പോഴേക്കും നമ്മുടെ ഗൗതം അങ്ങോട്ടേക്ക് വന്നു. കണ്ടോ ഗൗതം, ഇവള് പറയുന്നതൊക്കെ കേട്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇതൊക്കെ വല്യമ്മ ചോദിച്ചു മേടിച്ചതല്ലേ, അല്ലാതെ നന്ദയായിട്ട് തന്നതൊന്നും അല്ലല്ലോ എന്നും പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വല്യമ്മ പറഞ്ഞു, ഇനിയിപ്പോൾ ഞാനാണ് ഈ വീട്ടിലെ ശല്യം, ഇപ്പം ഞാൻ അങ്ങ് ഒഴിവായി തന്നേക്കാം, ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ലെന്നും പറഞ്ഞ് ഇവർ വലിയ ആൾ കളിച്ച് പോകാനായിട്ട് തുടങ്ങുന്നു. അപ്പോഴേക്കും അവിടെ എല്ലാവരും കൂടെ ചേർന്ന് നന്ദയുടെ തല തല്ലിപ്പറിക്കാനായിട്ട് ചെല്ലുക. അതെ, ഒരു കാര്യം ഞാൻ പറയാം, ഈ കുടുംബത്തിൻ്റെ നെടുന്തൂണെന്ന് പറയുന്നത് ഞങ്ങളുടെ ഏട്ടത്തിയാണ്. ആ ഏട്ടത്തി ഈ കുടുംബത്തില്ലെങ്കിൽ ഇവിടെ ആരും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഏട്ടത്തിയോട് നീ മാപ്പ് പറയണം. മുതിർന്നവരോട് എങ്ങനെ സംസാരിക്കണമെന്ന് നിനക്കറിയില്ലേ? ഇതൊന്നും നിന്നെ പഠിപ്പിച്ചു തന്നിട്ടില്ലേ എന്നൊക്കെ ചോദിച്ച് നന്ദയോട് ചെറിയച്ഛന്മാരും അച്ഛനും എല്ലാവരും ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു. ഇതൊക്കെ കേട്ടിട്ട് ലക്ഷ്മിയോ അല്ലെങ്കിൽ ഗൗതമോ ഇതിനൊന്നും ആരെയും അല്ലെങ്കിൽ നമ്മുടെ നന്ദയൊന്നും എതിർക്കാൻ പോയില്ല. ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. ആ സമയത്ത് അതെന്താ, ചെറിയവർക്ക് മാത്രമേ മുതിർന്നവരെ ബഹുമാനിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ ഇതൊക്കെ ഉള്ളോ? ഈ മുതിർന്നവർക്ക് പ്രായത്തിന് താഴെയുള്ളവരെ ബഹുമാനിക്കാനും അവരോട് സൗമ്യമായി അല്ലെങ്കിൽ മര്യാദയായി സംസാരിക്കാനും എന്താ അറിയില്ലേ? അങ്ങനെ പഠിപ്പിച്ചിട്ടില്ലേ എന്നും ചോദിച്ച് നന്ദ ഇത് തിരിച്ചു ചോദിച്ചു. അന്നേരം വല്ലതും പറയാനുണ്ടോ? പിന്നെ നന്ദയുടെ ആ ഒരു സംസാരത്തിന് നന്ദയെ എല്ലാവരും ചേർന്നൊരു കുറ്റവാളി എന്നുള്ള രീതിയിൽ അവിടെ പിടിച്ചു വെച്ചേക്കുക. പക്ഷെ നന്ദ അവിടെ ഒന്നും തോറ്റു പോകുന്നില്ല. അതുപോലെ തന്നെ ഗൗതമാണെങ്കിലും നന്ദയെ ഒന്നും പറയുന്നുമില്ല. ഈ സമയത്ത് ഇവരാരും പ്രതികരിക്കുന്നില്ല. അതായത് ഗൗതം ഒന്നും പ്രതികരിക്കാതെ വന്നപ്പോഴേക്കും വല്യമ്മയ്ക്ക് അത് വലിയ ഇൻസൾട്ട് ആയതുപോലെ, അതായത് വല്യമ്മയെ എല്ലാവരും താങ്ങുന്നുണ്ടെന്നുള്ളൊരിത് കാണിക്കാൻ വേണ്ടിയിട്ട് താൻ ഇവിടെ നിന്ന് പോവുകയാണ്, ഇനി താൻ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് വലിയ ഡയലോഗും കാര്യങ്ങളൊക്കെ ഇറക്കി വീട്ടിൽ നിന്ന് പോവുകയാണ്. എല്ലാവരും നാല് വഴിക്ക് പിരിഞ്ഞു പോട്ടെ, ഇവിടെ ഉള്ളവർക്കൊക്കെ, അതായത് നന്ദയെ സപ്പോർട്ട് ചെയ്യുന്നവരെയാണ് ഉദ്ദേശിച്ചത്, ഇവിടെ ഉള്ളവർക്കൊക്കെ സമാധാനം ആവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആശാത്തി അങ്ങ് ഇറങ്ങി പോകുമ്പോഴേക്കും എല്ലാവരും കൂടെ പിന്നാലെ ചെല്ലുവാണ്. അതെ, ഏട്ടത്തി പോവല്ലേ, ഏട്ടത്തി അയ്യോ അച്ഛാ പോവല്ലേ എന്ന് പറഞ്ഞ് കരയുന്നത് പോലെ പോവല്ലേ ഏട്ടത്തി എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് പിന്നാലെ ചെല്ലുന്നു. അപ്പോഴേക്കും ചേച്ചിക്ക് ഇച്ചിരിയും കൂടെ ഗമ അങ്ങ് കൂടി. എല്ലാവരും കൂടെ കയ്യെ കാലെ പിടിച്ച് പിന്നാലെ ചെല്ലുമല്ലേ. ആ സമയം ഇവരിങ്ങനെ ആ ഒരു ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എല്ലാവർക്കും പേടിയുണ്ട്. ഇവളല്ല, ഇവളുടെ അപ്പുറം ഇരിക്കുന്നവൾ വന്നാലും എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ കഴിയില്ലെന്ന് ഇവൾ അറിഞ്ഞത് നന്നായി എന്നുള്ളൊരിതിൽ ഇങ്ങനെ പറയും. അപ്പോൾ ആ ഒരു ഇത് മനസ്സിൽ പറഞ്ഞിട്ട് എല്ലാവരുടെയും ആ ഒരു കയ്യേ കാല പിടുത്തവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ വലിയ എന്താ ഔദാര്യം ഇവർക്ക് ചെയ്തു കൊടുത്തതുപോലെ പുള്ളിക്കാരി പോകുന്നില്ലെന്ന് അങ്ങ് തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ ആ ഒരു തീരുമാനങ്ങളും കാര്യങ്ങളുമായിട്ട് പുള്ളിക്കാരി ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ഒന്ന് സമാധാനമായത്. അത് കഴിഞ്ഞിട്ട് ഇനി ഏട്ടത്തിയോട് ആരും ഇനി മോശമായിട്ട് ഇവിടെ സംസാരിച്ചു പോകരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയ ഓർഡറുകളൊക്കെ ഇറക്കി മഹേന്ദ്രനും അതുപോലെ അനിയന്മാരൊക്കെ കൂടെ ചേർന്ന്. അങ്ങനെ ആ ഒരു പരിപാടി കാര്യങ്ങളെല്ലാം അവിടെ കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോയി. അങ്ങനെ മുറികളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മി സ്വന്തം ഭർത്താവായ മനുഷ്യനോട് തൻ്റെ മരുമകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഇനിയും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നന്ദമോളെ അപമാനിക്കരുതെന്നും അതുപോലെ തന്നെ നന്ദമോള് നിങ്ങളൊക്കെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ ഗൗതം താലി കെട്ടിയ പെൺകുട്ടിയാണ്, അവൾക്ക് ആരുമില്ല, അവൾക്ക് ഈ വീട്ടിൽ നമ്മൾ മാത്രമേ ഉള്ളൂ, മഹേട്ടൻ ഇനിയും അവളെ ഇങ്ങനെ അകറ്റി നിർത്തരുത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആശാൻ പറയുവാണ്, ഒരു കാരണവശാലും ഞാൻ അവളെ മരുമകളായി അംഗീകരിക്കില്ല. മാത്രമല്ല ഈ ഇന്ത്യവരത്തിൽ നന്ദയെപ്പോലൊരു മരുമകളുടെ ആവശ്യമില്ല. ഇനിയിപ്പോൾ ആകാശം കീഴ്മേൽ മറിഞ്ഞു വന്നാലും നീ എത്രയൊക്കെ സംസാരിച്ചിട്ടും കാര്യമില്ല ലക്ഷ്മി, അവളെ ഞാൻ എൻ്റെ മരുമകളായി അംഗീകരിക്കില്ലെന്ന് പറഞ്ഞാൽ അംഗീകരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് തറപ്പിച്ച് വീണ്ടും പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മിക്ക് സങ്കടം വന്നു. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു,
ദേ ഈ കാണിക്കുന്നതും പറയുന്നതും എല്ലാം നാളെ തിരിഞ്ഞിരുന്ന് ചിന്തിക്കേണ്ട ഒരു അവസരം വരും മഹിയേട്ടാ. മഹിയേട്ടൻ ഇപ്പം ഈ പറയുന്നതും ചെയ്യുന്നതൊന്നും അന്ന് തിരിച്ചു പറയാൻ പറ്റിയെന്ന് വരില്ലെന്നൊക്കെ പറയുമ്പോൾ അതെ ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞോളാം, ഞാൻ അങ്ങനെ ചെയ്തോളാം, ഇങ്ങനെ ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയെ ഇട്ട് പേടിപ്പിക്കാം, മിണ്ടാതെ പോകാൻ പറഞ്ഞു. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ലക്ഷ്മിയെ അല്ലെങ്കിൽ ഒരു വിലയില്ലല്ലോ, എല്ലാം ഏട്ടത്തി, സകലതും ഏട്ടത്തി എന്നുള്ളൊരു രീതിയിലാണല്ലോ മഹി കാണുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി നമ്മുടെ ലക്ഷ്മിയും പതുക്കെ പിന്നോട്ടങ്ങ് നീങ്ങിയിട്ടോ. അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളും ഇങ്ങനെ കഴിഞ്ഞ് അപ്പം അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദ ഇങ്ങനെ റൂമിലിരിക്കുന്നു. അപ്പോൾ റൂമിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തോ ഒരു ഇതുപോലെ ഇങ്ങനെ പാറ്റയോ മറ്റെന്തോ കണ്ടിങ്ങനെ പേടിച്ചപ്പോഴത്തേക്കും നന്ദ വലിയവായിൽ കിടന്നിങ്ങനെ ഒച്ച വെച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒച്ച വെച്ചു. അപ്പോഴേക്കും ഗൗതം ഓടി വന്നു, എന്താ പറ്റിയതെന്ന് ചോദിച്ചു. പെട്ടെന്ന് ഈ പേടിയുടെ ആ ഒരു ഇതിൽ നമ്മുടെ നന്ദ വേഗം തന്നെ ഗൗതത്തിൻ്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ അങ്ങ് കിടന്നു. അയ്യോ എന്നും പറഞ്ഞു. അപ്പോഴാണ് ഇതിനെ നമ്മുടെ ഗൗതം കാണുന്നത്. ഗൗതം എന്നിട്ട് നന്ദ ഇങ്ങനെ കളിയാക്കി ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക. ഇതിനെ കണ്ടിട്ടാണോ ഇത്ര വലിയ വീരശൂര പരാക്രമിയായ നീ ഈ ഇന്ദിവരത്തെ വിറപ്പിക്കുന്ന നിനക്ക് ഇതാണോ പേടിയെന്ന് ചോദിച്ചുകൊണ്ട് ഗൗതം ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് ഒരു കള്ള നാണത്തോടെ ഒരു കള്ള ചിരിയോടെ നമ്മുടെ നന്ദ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ നന്ദയെ ആ ഒരു ഇതിലിങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നു. അവരുടെ ആ ഒരു ചെറിയ ആ ഒരു സന്തോഷം, ആ ഒരു നിമിഷം അതൊക്കെ ഇങ്ങനെ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ റൂമിലിരുന്നിട്ട് പിങ്കിക്ക് ഇരിപ്പുറയ്ക്കുന്നില്ല. പിങ്കി എന്നിട്ട് ഓരോ കാരണങ്ങളുണ്ടാക്കി ഇങ്ങനെ ഗൗതത്തെ കാണാനുള്ള ഒരു ആവേശത്തിൽ ഇങ്ങനെ നടക്കുക. ആ സമയത്താണ് പെട്ടെന്ന് തലവേദനയാണെന്ന് പറഞ്ഞ് ഗൗതത്തിൻ്റെ അരികിൽ ചെല്ലാം, അവിടുന്ന് മെഡിസിൻ മേടിച്ച് കഴിക്കാം എന്നൊക്കെ വിചാരിച്ച് ആശാത്തി അങ്ങ് ചെല്ലുന്നത്. അതുപോലെ തന്നെ ചെന്നു കേട്ടോ. റൂമിൻ്റെ ഡോറിൽ ചെന്ന് കൊട്ടി. ആരോ വന്നല്ലോ എന്നും പറഞ്ഞ് ഗൗതം ചെന്ന് വാതിൽ തുറന്നു. ഗൗതം വാതിൽ തുറന്നപ്പോഴും ഷർട്ടിൻ്റെ ഈ സൈഡിലായിട്ട് ആ ഒരു നെറ്റിയിലെ സിന്ദൂരത്തിൻ്റെ ആ ഒരു ഇതങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് ആ പിങ്കി വരുന്നപ്പോൾ പിങ്കി വന്ന് തലയൊക്കെ ഇങ്ങനെ പൊത്തിപ്പിടിച്ചാൽ വരുന്നത്. അപ്പോൾ എന്ത് പറ്റി പിങ്കിന്ന് ഗൗതം ചോദിച്ചപ്പോൾ അത് എനിക്ക് ഭയങ്കര തലവേദന, എന്തെങ്കിലും ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ തരാമോ എന്ന് ചോദിച്ചു. അതിനെന്താ തരാമല്ലോ എന്ന് പറഞ്ഞ് ഗൗതം ഈ ടാബ്ലറ്റ് എടുത്തു കൊടുത്തു. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്തു. അപ്പോൾ ആ മുറിയിൽ വെച്ച് തന്നെ നമ്മുടെ പിങ്കി ആ മരുന്ന് കഴിക്കുക. അപ്പം പിങ്കി ആ മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തല പൊക്കിയപ്പോഴാണ് ഗൗതത്തിൻ്റെ ഈ സൈഡിലിരിക്കുന്ന പൊട്ട് കാണുന്നത്. ഇത് കണ്ടപ്പോഴേക്കും പിങ്കിയുടെ തലവേദനയൊക്കെ എവിടെ പോയെന്ന് അറിയത്തില്ല. പിങ്കി ഇങ്ങനെ ഗൗതത്തെ ഒന്ന് നോക്കി, അതുപോലെ തന്നെ നന്ദയെ ഒന്ന് നോക്കി, ചങ്ക് പൊട്ടിപ്പോയി. അപ്പോഴേക്കും ഗുളിക ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ അന്താളിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താ ഗുളിക കഴിക്കുന്നില്ലേന്ന് ചോദിച്ചു ഗൗതം. ഗൗതത്തിനെ ഒരു നോട്ടം നോക്കിയിട്ട് നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നല്ലേ, നിങ്ങളെന്നെ ചീറ്റ് ചെയ്തല്ലേ എന്ന് ചോദിച്ചു. പിങ്കി നീ എന്തൊക്കെയായി പറയുന്നതെന്ന് ചോദിച്ചു. നിങ്ങളെനിക്ക് വാക്ക് തന്നിട്ട്, നിനക്ക് വാക്ക് തന്നതിനെപ്പറ്റിയും തുടർന്നുണ്ടായ സംഭവങ്ങൾ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വാക്ക് തന്നിട്ട് നിങ്ങൾ എന്നെ ചതിച്ചു, നിങ്ങളൊരു ചതിയനാണെന്നും പറഞ്ഞുകൊണ്ട് ഈ പിങ്കി അവിടെ നിന്ന് ഓടി കരഞ്ഞു വിളിച്ച് അവിടെ നിന്ന് അങ്ങ് ഓടി അങ്ങ് പോയി. പക്ഷേ ഗൗതത്തിന് ഇതെന്താണെന്നൊന്നും മനസ്സിലായില്ല. നമ്മുടെ നന്ദയ്ക്ക് കാര്യം മനസ്സിലായി. ഈ പൊട്ട് കണ്ടിട്ടാണ് ആശാത്തി വെകളി പിടിച്ചോടിയതെന്ന്. അങ്ങനെ പിങ്കി മുറിയിലേക്ക് പോയി. മുറിയിൽ പോയിരുന്ന് അവിടെ ചെന്ന് നെഞ്ചു പൊട്ടിക്കറിയാം വാതിലൊക്കെ കുറ്റിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ബെഡ്ഷീറ്റും മറ്റു സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് ആ റൂം അലങ്കോലമാക്കി തൻ്റെ കലിപ്പ് മുഴുവൻ അങ്ങനെ തീർക്കുക പിങ്കി. അപ്പോൾ ഗൗതം നന്ദയോട് ചോദിച്ചു, എന്താ പറ്റിയത്, പിങ്കിക്ക് എന്താ പറ്റിയതെന്ന് ചോദിച്ചപ്പം അത് വേറൊന്നുമല്ല, സാറിൻ്റെ ഈ ഷർട്ടിലിരിക്കുന്ന ഈ പൊട്ടാണ് അതിന് കാരണമെന്ന് പറഞ്ഞു. പിങ്കി വിചാരിച്ചു നമ്മൾ തമ്മിൽ എന്തൊക്കെയോ സംഭവിച്ചു എന്ന്. അതാണ് പിങ്കിയുടെ കൺട്രോൾ പോയതെന്നുള്ള കാര്യം നന്ദ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗൗതം വല്ലാതെയായി. അങ്ങനെ പിങ്കിക്ക് ഇവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നത് ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നുള്ള കാര്യം വീണ്ടും വീണ്ടും പിങ്കി ഇങ്ങനെ തെളിയിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഗൗതം ഒരിക്കലും നന്ദയായിട്ട് അടുക്കരുത് എന്നുള്ള ഒരു തീരുമാനവും കൂടിയാണ് ഇതിനകത്ത് ആ ഒരു പ്രകടനം കൊണ്ട് നമ്മുടെ പിങ്കി കണക്ക് കൂട്ടിയതെന്നുള്ളതും മനസ്സിലായി. ആ സമയത്ത് നമ്മുടെ ഗൗതത്തിന് ഒന്നും പറയാനില്ല. കാരണം വാക്കുകളില്ല. ഭാര്യയുടെ മുന്നിലും പറയാൻ, അല്ലെങ്കിൽ മുൻ കാമുകിയുടെ മുന്നിലും പറയാൻ. പാവം ഗൗതം ഇങ്ങനെ അന്താളിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക. എന്തായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി സാർ, സാറിന് മറ്റൊരു പെണ്ണുമായി, അതിപ്പോൾ ഞാനെന്നല്ല ആരുമായിട്ടാണെങ്കിലും ഒരു കുടുംബമോ അല്ലെങ്കിൽ ഒരു ജീവിതം ഉണ്ടാകുന്നത് പിങ്കിക്ക് ഇഷ്ടമല്ല. അതുമാത്രമല്ല അത് പിങ്കി അനുവദിച്ചും തരില്ല. അത് ഈ ഒരു പ്രവൃത്തി കൊണ്ട് സാറിന് തന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു നമ്മുടെ നന്ദ. അങ്ങനെ പിങ്കിയുടെ ഉള്ളിലിരിപ്പൊക്കെ നന്ദയായിട്ട് തന്നെ നമ്മുടെ ഗൗതത്തിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അങ്ങനെ നന്ദയുടെയും അതുപോലെ ഗൗതത്തിൻ്റെയും സ്വകാര്യതയിലേക്ക് വന്ന് ഒളിഞ്ഞു നോക്കിയ പിങ്കി ആ കാഴ്ച കണ്ട് ഞെട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇനി പിങ്കി എന്ന് പറയുന്ന ആൾ ഇത്രയും ദിവസം നന്ദയെ സോപ്പിട്ടൊക്കെ നിന്നു. ഇനിയിപ്പോൾ ഒരു പക്ഷേ നന്ദയോട് നേരെ വട്ടം തിരിഞ്ഞ് പ്രശ്നക്കാരിയാകാനും മതി. അപ്പം അത്തരത്തിലുള്ളൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഇന്നത്തെ ഒറിജിനൽ കഥ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ.
എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഓർക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക്